ആ അല്ലേ, സർക്കാർ നിലപാട് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറ. എന്താ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ബജറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്കീം വർക്കേഴ്സ്, ആശ, അംഗൻവാടി, ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നവർ, NHM, തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർ, ഒരു മാറ്റവും ഇല്ലല്ലോ. ഇവർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. തൊഴിലുറപ്പ് തൊഴിലാളികൾ പറയുന്നത് എന്താ? അവരുടെ കൂലി 600 രൂപയാക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരള ഗവൺമെൻറ്റിനും ആ ഡിമാൻഡിനോടൊപ്പമാണ്. അവരുടെ തൊഴിൽ ദിനങ്ങൾ 200 ദിനങ്ങളാക്കണം ഒരു വർഷത്തിൽ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കണ്ടേ? കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിക്കുന്നില്ല. എങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും? സ്കീം വർക്കേഴ്സ് എന്നുള്ള നിലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഒരു നിയമത്തിൻ്റെയും പരിരക്ഷയിലില്ല. ഒരു തൊഴിൽ നിയമവും അവർക്ക് ബാധകമല്ല. അത് കേന്ദ്ര ഗവൺമെൻറ് നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് വരേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് ഈ നിലപാടുകൾ തുടരുമ്പോഴും ഓണററിയം 1000 രൂപയിൽ നിന്ന് 7000 രൂപ വരെ വർദ്ധിപ്പിക്കുന്ന നിലപാട് കേരള ഗവൺമെൻറ് വ്യത്യസ്ത ഘട്ടങ്ങളിലായി എടുത്തിട്ടുണ്ട്. അത് ഇവരുടെ തൊഴിൽ ചെയ്യുന്ന വിഭാഗം എന്നുള്ള നിലയ്ക്കുള്ള അവരോടുള്ള അനുഭവത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് മാത്രം അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അവർക്കിനിയും ഓണററിയം വർദ്ധിപ്പിക്കണം. അവരുടെ തൊഴിലിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തണം. ചെയ്യുന്ന തൊഴിലിനാണല്ലോ ഇൻസെൻറ്റീവ് നൽകുന്നത്. അതെല്ലാം കൃത്യമായി നൽകുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായുള്ള നിലപാട് വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷെ ഇതെല്ലാം സ്റ്റേറ്റിൻ്റെ ചെലവിൽ വഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സ്ഥിതിയിൽ കഴിയില്ല. ഇനി കേന്ദ്രം കേരളത്തിൻ്റെ കുടിശ്ശിക പൂർണ്ണമായി നൽകാൻ തയ്യാറായാൽ ഈ പ്രശ്നങ്ങൾക്ക് കേരളത്തിൽ പരിഹാരമുണ്ടാക്കാൻ കഴിയും. സാമ്പത്തികം തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് സഹായകരമായ നിലപാട് യഥാർത്ഥത്തിൽ ഇപ്പോൾ സമരം ചെയ്യുന്നവരും കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളും ചേർന്ന് കേന്ദ്രത്തിൻ്റെ ഈ നിലപാട് തിരുത്തിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് വരേണ്ടത്. അതിന് വരുന്നില്ല. അല്ലേ, സമരക്കാർക്ക് ബോധ്യമാവില്ല. സമരക്കാരെ ബോധ്യമാകാത്ത ചിലർ അതിൻ്റെ പിറകിൽ നിന്ന് വരെ നേതൃത്വം നൽകുമ്പോൾ അവർക്ക് എങ്ങനെയത് ബോധ്യമാവുക? അവർ ഗവൺമെൻറ് സമീപിച്ചിട്ട് എന്തെങ്കിലും വ്യത്യസ്തമായി പറഞ്ഞപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇന്നിപ്പോൾ ഒരു വിഭാഗം ആളുകൾ INTUCയുടെ പേരിൽ സമരം തുടങ്ങുകയാണല്ലോ. ആ സമരത്തോട് കേരളത്തിലെ INTUC യോജിക്കുന്നുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ട്രേഡ് യൂണിയനുകൾക്ക് ചോദിക്കാൻ കഴിയുമോ? കേരളത്തിലെ ട്രേഡ് യൂണിയനുകളിൽ ഈ കാര്യത്തിൽ ഭിന്നതയില്ല. ട്രേഡ് യൂണിയൻ ഇപ്പോൾ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ തന്നെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ സമരരംഗത്താണ്. എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഒരു യോജിച്ച വേദിയുണ്ട്. അതിൽ ഉറച്ച അതിൽ INTUC എന്ന് പേര് പറയുന്ന ഒരു വിഭാഗമാണ് ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. INTUCയുടെ ഈ സ്റ്റേറ്റിൻ്റെ ഔദ്യോഗിക നേതൃത്വം ആ പണിമുടക്കിന് അനുകൂലമായ നിലപാടെടുത്തിട്ടില്ല. ഈ പ്രശ്നത്തിൽ തന്നെ അംഗനവാടിക്കാരുടെ ഈ പ്രശ്നത്തിൽ അംഗനവാടിക്കാർ അവിടെ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി. എല്ലാവരും തീരുമാനിച്ചു. ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഇവരുടെ പെൻഷൻ കുടിശ്ശികയുണ്ട്. ആ പെൻഷൻ കുടിശ്ശിക കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള നിലപാടെടുത്തു. പെൻഷൻ കുടിശ്ശിക. പക്ഷേ അതെല്ലാം അംഗീകരിച്ച് പോയവർ പുറത്തുപോയിട്ട് സമരത്തിന് പ്രഖ്യാപനം നടത്തുക ഒരു കൂട്ടം. അവിടെ നിന്ന് ഇതെല്ലാം തീരുമാനിച്ച് ഗവൺമെൻറ്റിനെ അഭിനന്ദിച്ച് മന്ത്രിക്ക് ഷെയ്ക്കൻഡ് നൽകി പുറത്തു പോയവർ, അതിലൊരു വിഭാഗം സമരത്തിൻ്റെ മാറ്റി വരും. എന്താ ഇതിൻ്റെ അർത്ഥം? ചർച്ച ചെയ്താൽ എങ്ങനെ തീരും? അതുകൊണ്ട് ചർച്ച വേണ്ടെന്നല്ല. അപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രീയമായ ഇടപെടലിൻ്റെ ഭാഗം ഇതിനകത്ത് കിടക്കുകയാണ്. അപ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം എന്നുള്ളത് അവർക്ക് തന്നെ തോന്നണം. അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ വേഗത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും. കേരളത്തിൽ ഒരു ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഇപ്പം UCTU അങ്ങനെ ഏതൊരു സംഘടനയാണല്ലോ, SUCI അല്ല, CCI എന്ന് പറയുന്ന അവിടെ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ആ സംഘടന ഇവിടുത്തെ ഐക്യ മുന്നണിയിലുണ്ട്, ഈ യോജിച്ച ഇതിലുണ്ട്. എന്നാൽ അവർ ഈ യോജിച്ച തൊഴിലാളി സംഘടനയുടെ പ്രശ്നം ഈ പ്രശ്നം പറയണ്ടേ? ഇങ്ങനെയൊരു വിഷയമുണ്ട്, എങ്ങനെ നമുക്ക് യോജിച്ച നിലപാടെടുക്കാൻ കഴിയും? ആ നിലപാട് അവരെടുത്തില്ലല്ലോ. അപ്പം അവരെ ഇതിൻ്റെ പിറകിൽ നയിക്കുന്നവർ വേറെ ആരൊക്കെയാണ്. അതിന് ആശമാരുടെ താല്പര്യമല്ല. ആശമാരുടെ താല്പര്യത്തിനോടൊപ്പമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, CPIM പ്രത്യേകിച്ചും. അതുകൊണ്ട് ഒരാശങ്കയും ഞങ്ങൾക്ക് കാര്യത്തിലില്ല. അവരിപ്പോൾ ഇങ്ങനെ നിലപാടെടുത്തെന്നുള്ളത് കൊണ്ട് ആശമാരെ സഹായിക്കാൻ കിട്ടുന്ന ഏത് സന്ദർഭവും ഞങ്ങൾ ഉപയോഗിക്കും അവരെ സഹായിക്കാൻ. അതാണ് നിലപാട്.
അങ്ങനെയല്ലേ നമുക്ക് കണക്കാക്കേണ്ടത്. ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതെങ്ങനെ തീർക്കാൻ കഴിയുന്നുള്ളതൊക്കെ ഗവൺമെൻറ് ആവുന്ന സമയത്ത് ഇതൊക്കെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എങ്ങനെയാണുള്ളത് എന്നുള്ളത് ട്രേഡ് യൂണിയൻ സംഘടനകളിൽ ഞങ്ങൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. എന്ത് നിലപാട് ഇക്കാര്യത്തിൽ എടുക്കാൻ കഴിയുമെന്നുള്ളത്.